എവിടെയാടാ അവന്മാർ? വ്യത്യസ്തമല്ലാത്തവർക്ക് പറഞ്ഞിട്ടുള്ളല്ലേ ഒന്നും. ഒരു 5 മിനിറ്റ് കൂടെ നോക്കാം, അതെ നമുക്കങ്ങ് തുടങ്ങാം. ഇവിടെ തുടങ്ങാനാടേ ഫുൾ സെറ്റ് അമ്മയുടെ കയ്യിലാണ്. അഭിനൊന്ന് വിളിക്കളയാ. എന്റെ ബാലൻസ് ഒന്നും ഇല്ലളിയാ. ഇതൊന്നടേ വർഷത്തിൽ ഒരിക്കലെങ്കിലും റീചാർജ് കാണിക്കടേ. നേരത്തെ ആ ഫോണും കൊടു. ഈ ഡയലോഗിനൊന്നും ഒരു കുറവുമില്ല. കോളേജിലോ നേരത്തെ വരത്തില്ല, ഇവിടെ എങ്കിലും നേരത്തെ വന്നൂടെ? അച്ഛാ മഞ്ജു വിട്ടില്ലടാ, അവൾക്ക് എന്നെ തന്നെ എപ്പോഴും കണ്ടോണ്ടിരിക്കണം. തള്ളു തുടങ്ങി. ഓ മറ്റേ വീടിന്റെ അടുത്തോണ്ടല്ലേ നിന്റെ? അത് രേഷ്മ, അതല്ല ഇന്നലെ നമ്മൾ കോളേജിൽ വെച്ച് പരിചയപ്പെട്ട. നേരത്തെ അവനെ നിർത്തി. ബാക്കി നാളെ പറയാം. എവിടെ പോണ്ട? പെട്ടെന്ന് ഫോൺ അടിക്കുന്നത് ആറാ അഭി മതി എളിയെ പെട്ടെന്ന് ഇട്. കഴിഞ്ഞ മതിയാ? ചപ്പിളി എടുത്ത് ചപ്പിളി ഇങ്ങനെ കാര്യം കാട്ടി പോയി കാണാ. ഫോൺ വിളിച്ചാലും എടുക്കൂല. കളിയടാ. ഇതെന്തരാ ഇങ്ങനെ ഇരിക്കണത് കളിക്കാതെ? അത് നീ അറിഞ്ഞില്ലേ, അവനൊരു വലിയ ഊരാക്കുടിക്കിൽ പെട്ടിരിക്കുക. എഞ്ചിനീയറിംഗ് ഊരാക്കുടിക്ക് പോലും വീഴാത്ത ഇവനെ വീഴ്ത്താൻ പറ്റി ഏത് ഊരാക്കുടിക്കടാ ഉള്ളത്? എഞ്ചിനീയറിംഗ് വെറും അശു. ലോകത്ത് ഏത് കൊലകൊമ്പനെയും വീട്ടാൻ പറ്റുന്ന ഒരു ഒറ്റ ഊരാക്കുടിക്കേ ഉള്ളൂ, അതാണ് അളിയ. അതിനാണോ ഈ മ്ലാനത? എന്ത് അവളെങ്ങനെ തേച്ചിട്ട് പോയാ? ടേപ്പെല്ലാം ക്ലൈമാക്സിലല്ലേ അളിയാ, ഇപ്പൊ സിനിമ തുടങ്ങിയല്ലേ ഉള്ളൂ. ഇതല്ല പ്രശ്നം, ഇത് വൺ സൈഡ് ലവ് സ്റ്റോറിയാ. ഇവൻ അങ്ങോട്ടാ ഇഷ്ടം. എന്ത് പ്രശ്നം? അവിടെ ചെന്ന് പറയണം ഇഷ്ടമാണെന്ന്. അതല്ലേ അളിയാ പ്രശ്നം. ഞാൻ അവളുടെ അടുത്ത് ഓരോ ഡയലോഗൊക്കെ ഓർത്ത് വെച്ചുകൊണ്ട് പോകും, പക്ഷെ അവളെ കാണുമ്പോൾ മറന്നു. പിന്നെന്ത് അവളുടെ മൊബൈൽ വിളിച്ച് പറയണം. അതാണ് അതിനേക്കാൾ വലിയ പ്രശ്നം, അവൾക്കാണെ മൊബൈലും ഇല്ല. ഈ കാലത്ത് മൊബൈൽ ഇല്ലാത്ത പെണ്ണ ഏത് എച്ചിയുടെ അവളുടെ തന്ത? എന്നാ പിന്നെ അവളെ ലാൻഡ് ഫോണെ വിളി. അതാണ് അതിനേക്കാൾ വലിയ പ്രശ്നം. വിളിച്ചു കഴിഞ്ഞാൽ എടുക്കുന്നത് അവളുടെ പരട്ട ചേട്ടനോ മുരട്ട തന്തയോ വല്ലോ ആയിരിക്കും. 1 മണിക്കൂർ ചോദ്യം ചെയ്തതിന് ശേഷമായിരിക്കും അവൾ എൻ്റെ ഫോൺ തരുന്നത്. എന്നാ അവന് പ്രശ്നം തീർന്നല്ലടാ, അവനെ നമ്മുടെ ഗ്യാങ്ങിലോട്ട് എടുത്താൽ പോയി. അവിടെയല്ല യഥാർത്ഥ പ്രശ്നം. ആ ചേട്ടൻ നീയാണല്ലയാ. പെണ്ണിന്റെ പേര് ശാലു. ഞാനും വേണ്ട. ഇത്രയും നേരം എന്നെ കൊണ്ട് തന്നെ എന്റെ അച്ഛനെ പള്ളി വിളിച്ചു. അതല്ലേ അളിയാ ഫ്രണ്ട്ഷിപ്പ്. നിന്നെ തന്നെ ജീവിതാവസാനം വരെ ഞാൻ അളിയാന്ന് വിളിക്കണമല്ലോടാ.